കഴിഞ്ഞ ചലഞ്ച് വീഡിയോയില് ഒരുപാട് കമന്റുകൾ വന്ന് മംഗലത്തമ്മനെ സപ്പോർട്ട് ചെയ്തിട്ടും അതേപോലെ തന്നെ വേറെ പല കമന്റുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിനെ പറ്റിട്ടാണ് ഇന്നത്തെ വീഡിയോ അല്ലെ സേബ? സേബ അതില് തോറ്റ്, അത് വേറെ കാര്യം. ഞാൻ തോറ്റത് പിന്നെ ഞാൻ വലിയ കുട്ടിയായി ആയിരിക്കും, ചെറിയ കുട്ടിയല്ലേ. ഈ ഐസ്ക്രീം ഒക്കെ തിന്നണ ആളല്ലേ എന്നെ കാട്ടി. എന്നിട്ട് ഈ തോറ്റില്ലേ? ഞാൻ തോറ്റെന്ന് പറഞ്ഞാല് ഒരു മിനിമം, പക്ഷെ മിനിമം ഇത് വേണ്ടേ? എന്ത്? പക്ഷെ അതിനെക്കാട്ടും വലുതത്. വലുതത്. അതെ. അപ്പൊ നമ്മുടെ വീഡിയോ, ഈ കാണുന്ന വീഡിയോയില് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. സോ ദാമു കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. മംഗലത്തമ്മനോട് തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മംഗലത്തമ്മ എന്തായാലും യൂട്യൂബിൽ കമന്റ് കണ്ടിട്ടുണ്ടാവില്ല. അത് ഞാൻ മംഗലത്തമ്മക്ക് കാണിച്ചു കൊടുക്കാണ്. സോ ആദ്യം നമ്മുടെ നടി ഇത് അവിടെ ഇരിക്കണേ. ഏയ് ഹലോ, എന്ത് തോന്നുന്നപ്പോ? 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. മംഗലത്തമ്മ, കുറെ ആൾക്കാർ പറഞ്ഞ് വയസ്സായതാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഷുഗർ കൂടും, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എന്തീ പറ്റിയാ? ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. അന്ന് നിങ്ങൾക്ക് എന്താ തോന്നിയത്? പല്ലിനൊരു പൊളിപ്പുണ്ട്, പല്ലുവേദന ഉണ്ടായി. പിന്നെ പിറ്റേന്നോ? പിറ്റേന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലേ? ഇതാ ഉമ്മ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ അന്നൊന്നും തന്നില്ലല്ലോ. പിന്നെ ഒന്നൊന്നുമില്ലേ? തിന്നാന് 2 ദിവസത്തിന് ഒരു വയറ്റിനൊരു ഇത് മാത്രമുണ്ട്. തണുപ്പെല്ലാം കൂടി ചെന്നപ്പോ എന്താന്ന് 2 ദിവസത്തിന് ഫുഡൊന്നും കഴിച്ചില്ലേ നിങ്ങള്? അന്ന് തിന്നീരാ, പിറ്റേസം തിന്ന്. അന്ന് പിന്നെ എങ്ങനെ തിന്നാനാ? ഒരു കുടം മറ്റേ ഐസ്ക്രീം വന്നു കഴിഞ്ഞാ പിന്നെ എങ്ങനെ ഫുഡ് പോവാ? ഞാനേ നമ്മളെ വീഡിയോക്ക് കുറച്ച് കമന്റ് വന്നിട്ടുണ്ട്. അത് കാട്ടിത്തരാ. അത് ആദ്യം നിങ്ങക്ക് വായിച്ചുതരാം ഞാന്. മംഗലത്തുമ്മ ഒരു 1.5 ഉമ്മ തന്നെയാണ്. ഇതൊക്കെ എന്ത്? അതൊക്കെ നമ്മക്ക് അറിയണ കേസല്ലേ? അതെ അതെ, അതൊക്കെ ഇപ്പൊ നമ്മക്ക് അറിയണ കേസാ. അതിപ്പോ നിങ്ങള് പറയേണ്ട ആവശ്യമില്ല. തിരൂര് മംഗലാണോ ചോദിക്കുന്നുണ്ട് ചിലര്. അതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? തിരൂര് മംഗലാണോ? അപ്പൊ മംഗലത്തുമ്മ ഒരു 1.5 ഉമ്മ എന്ന് പറയുന്നുണ്ട്. പിന്നെ മംഗലത്തുമ്മ മാഷാ അള്ളാ, ഉമ്മാക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകട്ടെ ആമീൻ എന്ന് പറയുന്നുണ്ട്. മംഗലത്തുമ്മ വേറെ ലെവൽ എന്ന് പറഞ്ഞവരുണ്ട്. ഫുൾ ഫാൻസ് ആണ്. നോക്കി, മംഗലത്തുമ്മ സൂപ്പർ, കുറെ ചിരിച്ചു വീഡിയോ കണ്ടിട്ട്. എന്തപ്പോ ഇതില് ചിരിക്കാനുള്ളതല്ലേ? ഇത് പഠിച്ചിട്ടല്ലേ തിന്നുന്നത്. കാരണം ഇതില് വെച്ചാല് ബാക്കി വെച്ചാല് മത്സരത്തിൽ ജയിക്കൂല എന്നൊക്കെയാണ് ചിന്ത. അതെ അതെ. കപ്പിന്റെ കാര്യം കുറെ ആൾക്കാർ പറഞ്ഞ് മംഗലത്തമ്മക്ക് പൈസ കൊടുക്കണം. അത് ഇതിൽ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും അതിനെ പറ്റിട്ട് ഞാൻ സംസാരിക്കാം. അതിനെ പറ്റി നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പൊ ബൈ ബൈ, ഇപ്പൊ വേണ്ട പോവാട്ടോ. ഇപ്പൊക്ക് ബാക്കിൽ ഒരു പ്രശ്നം കിട്ടോ, ഒരു കുരു ഉണ്ടായിരുന്നു, അത് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ സൈബം ഉണ്ടല്ലേ, മംഗലത്തമ്മ ഇനിയും ചലഞ്ച് വേണം, പക്ഷെ തണുപ്പ് വേണ്ട. ഇന്നത്തെ വീഡിയോ അടിപൊളി. ഇനിയും ചലഞ്ചുകൾ വേണമെന്ന് അവര് പറയണ. അപ്പൊ ചലഞ്ച് ചെയ്ത് നമ്മളൊരു വൈക്കാവോ? തന്നെ ഞാനിപ്പോ 2-3 ദിവസമായി നിങ്ങളുടെ വീഡിയോ കണ്ടു തുടങ്ങിയിട്ട് ഇഷ്ടമായി. നല്ല ക്വാളിറ്റി വീഡിയോ ആണെന്ന്. താങ്ക് യു. മംഗലത്തുമ്മ ഒരു ചക്കര ഉമ്മയാണെന്ന്. അതേപോലെ തന്നെ മംഗലത്തുമ്മ മരണമാസാണല്ലോ, ഇജാതി പ്രകടനം പൊളിച്ചു. നിങ്ങള് അടിപൊളിയാണെന്ന്. ഹാപ്പി ആയില്ലേ? ഞാൻ ഈ കളിക്കുന്ന ആൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ ചെയ്താ. മംഗലത്തുമ്മ അടിപൊളി. ഇനിയും ചലഞ്ച് വേണം. ചലഞ്ച് വേണം. അത് എന്ത് ചലഞ്ച് വേണം എന്നുള്ളത് നിങ്ങൾ സജസ്റ്റ് ചെയ്യാ. മംഗലത്തമ്മക്ക് തൊണ്ടവേദന വരും പാവം. തൊണ്ടവേദന ഉണ്ടായില്ല മംഗലത്തമ്മ? തൊണ്ടവേദന ഒന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ മാഷാ അല്ലാഹ് ഉമ്മ സൂപ്പർ, ഉമ്മ ഫാസ്റ്റ് അല്ലേ. ഗിഫ്റ്റ് ഒന്നും ഇല്ലേ ഉമ്മാക്കുന്ന്? ഗിഫ്റ്റ് ഒന്നും ഇല്ലേന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഇതിന്റെ എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും. മംഗലത്തുമ്മ സൂപ്പർ, മംഗലത്തുമ്മ സൂപ്പർ. ഇനിയും ഫുഡ് ചലഞ്ച് വേണം. ഫുഡ് ചലഞ്ച്, എന്ത് ഫുഡ് ചലഞ്ച് വേണമെന്ന് പറയണം. മംഗലത്തമ്മക്ക് ചില ഫുഡ്സ് ഒന്നും മംഗലത്തമ്മക്ക് പറ്റില്ല അല്ലേ മംഗലത്തമ്മ? ഏതാ പറ്റത്ത്? മംഗലത്തമ്മ ഈ പാല് അങ്ങനത്തെ സാധനം പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നെയ്യ് അങ്ങനത്തെ ഒന്നും പറ്റില്ല. അപ്പം പാല് പറ്റുന്നതല്ല, നെയ്യിന്റെ ഒന്നും പറ്റില്ല. അതുകൊണ്ട് മംഗലത്തമ്മക്ക് ഞാൻ കേക്കിന്റെ ചെയ്യണ വെച്ചാൽ അപ്പൊ കേക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതവിടെ കേക്ക് ഉണ്ട്, ഇതൊന്നും മംഗലത്തമ്മ തൊട്ടിട്ടില്ല ഹേബ. അപ്പം അടുത്തത് വല്യമ്മക്ക് ഷുഗർ ഉണ്ടെങ്കിൽ എന്നൊരു സാധനം.
ഷുഗർ ഉണ്ടോ മങ്ങലത്തമ്മ? ഷുഗർ ഓടി കഴിച്ചിലാവുന്നു. നിങ്ങക്ക് ഷുഗർ ഉണ്ടെങ്കിലേ ഷുഗർ ഓടി കഴിച്ചിലാവുന്നു. ഷുഗർ ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നുമില്ല. എപ്പോഴൊന്നുമില്ല. മങ്ങലത്തമ്മ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയൊന്നുമല്ല കേട്ടോ. നല്ല മങ്ങലത്തമ്മ അടങ്ങിയിരിക്കുക, നല്ല ആരോഗ്യം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആരോഗ്യമുണ്ട് മാഷാല്ലാ. മങ്ങലത്തമ്മ അല്ലേ? പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ചെറിയ ചെറിയ അപ്പൊ വേറെ വിഷയങ്ങളൊന്നും മങ്ങലത്തമ്മക്കില്ല. ആശിക്ക സൂപ്പർ കേട്ടോ. മങ്ങലത്തമ്മക്ക് പനി മാത്രം വരാണ്ട് നോക്കണം കേട്ടോ. ഇനിയും ചലഞ്ച് വേണം. ഉഷാറായിക്കണ്. റോഷുക്കാനെ കൂടി ഇൻക്ലൂഡ് ആക്കണം. ഇൻക്ലൂഡ് ഫാമിലിനെ അത്രക്കും ഇഷ്ടമാണ്. ഓക്കെ, അടുത്തതിൽ നമുക്ക് റോഷുവിനെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. റോഷു ഇപ്പോൾ പുറത്തു പോയതാണ്. ഇതുപോലെ ഓരോ ചലഞ്ചസ് ഒക്കെ പോരട്ടെ, റോഷനൊക്കെ കൂട്ടട്ടെ പോരട്ടെ. അത് നമുക്ക് എന്തായാലും ചെയ്യും. നമ്മൾ എന്തായാലും റോഷനൊക്കെ കൂട്ടിയിട്ട് ചെയ്യും ഇൻഷാല്ലാ. ഇനിയും മങ്ങലത്തമ്മ ചലഞ്ച് വേണം. മങ്ങലത്തമ്മ ഗെയിം സ്പിരിറ്റ്, അതെ മങ്ങലത്തമ്മന്റെ ഗെയിം സ്പിരിറ്റ് അടിപൊളിയാണ്. മങ്ങലത്തമ്മന്റെ ഗെയിം സ്പിരിറ്റ് ആണ് ഗെയിം സ്പിരിറ്റ്. നിങ്ങളെല്ലാരും ഷുഗർ ഇതാക്കി നിൽക്കുമ്പോൾ മങ്ങലത്തമ്മ അവിടെ ബെറ്റ് എന്നുള്ള ഒരു സാധനത്തിൽ വേണ്ടിയിട്ട് എല്ലാം മറന്നു കണ്ട മങ്ങലത്തമ്മ അതിൽ പങ്കെടുത്ത്, അതിലാണ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ എന്ത് വന്നാലും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന മങ്ങലത്തമ്മനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യണം. മങ്ങലത്തമ്മ ആണ് ഇപ്പൊ സൂപ്പർ. ആ ഐസ്ക്രീം ഒക്കെ മേടിച്ച് എടുക്കണതൊക്കെ കണ്ടോ? നല്ല ചിരി വന്നത്. ഐസ്ക്രീം ഒക്കെ മേടിച്ചെടുക്കണത് കണ്ടപ്പോ, വടിച്ചെടുക്കണത് കണ്ടപ്പോ, ലാസ്റ്റ് ഒരു എവറസ്റ്റ് കൊടുമുടി പോലെ വന്ന് ഐസ്ക്രീം, നല്ല എഡിറ്റിങ്ങും. അത് മങ്ങലത്തമ്മ ഒന്നാന്ന് എടുത്തപ്പോ വലുതായിട്ട് മങ്ങലത്തമ്മ അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നല്ല. പിന്നെതാ മങ്ങലത്തമ്മ മാഷല്ല വേറെ ലെവൽ. അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. ഗ്രാൻഡ് മാ ഇസ് വെരി സ്ട്രോങ്. വി നീഡ് മോർ വീഡിയോ. റാഷി ക്യാഷ് ആൻഡ് ഗെയിം ചോദിക്കുന്നുണ്ട്. സോ അത് എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ക്യാഷ് ആൻഡ് എങ്ങനെ ചെയ്യും മങ്ങലത്തമ്മനെയും സൈബനെയൊക്കെ വെച്ചിട്ട്. വൂ നോസ് മീ ബെറ്റർ വിത്ത് ഉമ്മ ആൻഡ് സൈബ ഓർ റോഷൻ ഓർ ഗ്രാൻഡ് മാ? ഗ്ലാസ് പിരമിഡ് ഗെയിം എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് നോ എക്സ്പ്രഷൻ ചലഞ്ച് കൊള്ളാം, അത് ചെയ്യാൻ പറ്റും. റോളിംഗ് ദ ടിഷ്യൂ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്തായാലും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനത്തെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എനിക്കിനി ചിരിക്കാനാവൂല എന്ന് പറയുന്നുണ്ട്. കുറെ ചിരിച്ച് മങ്ങലത്തമ്മ പവർ. മാഷാ അല്ലാ, മങ്ങലത്തമ്മ പവർ തന്നെ കേട്ടോ. സൂപ്പർ ലേഡിയാണ് മങ്ങലത്തമ്മ. സൂപ്പർ റാഷി, സൂപ്പർ റോഷു, സൂപ്പർ സൈബ, സൂപ്പർ ഉമ്മ, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും നോക്കട്ടെ. മങ്ങലത്തമ്മ ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടപ്പോ എനിക്ക് എന്റെ ഉമ്മാനെ ഓർമ്മ വന്ന്. ആൾക്കും ഐസ്ക്രീം ഇഷ്ടമാണ്, നല്ല രസമാണ് കഴിക്കുന്നത് കാണാൻ. അല്ലെ, ഐസ്ക്രീം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഐസ്ക്രീമിന് നോ വയസ്സാ. ചോക്കോബാർ ഇഷ്ടാ? ചോക്കോബാർ നമുക്ക് വെച്ചാൽ അടുത്തത് ഒരു 100 ചോക്കോബാർ തിന്നാല. കള്ളത്തരം പറഞ്ഞാണ് മങ്ങലത്തമ്മ. ഇതിലിവര് ഉമ്മച്ചി സുന്ദരിയാണെന്നുള്ളത് കൊടുത്തിക്കണേ. അതെങ്ങനെ ഒരു കള്ളത്തരമൊക്കെ എഴുതിക്കല്ലേ? അത് നിങ്ങള് സുന്ദരിയല്ലേ? ഓ ഓക്കെ. അതൊക്കെ ഇവര് പറയട്ടെ. നിങ്ങൾ ഈ ഏജിലുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യോന്നുള്ളത്. കുറെ ചിരിച്ച് മങ്ങലത്തമ്മക്ക് ജയ്. ബിരിയാണി ചലഞ്ച് ചോദിച്ചിട്ടുണ്ട്. ബിരിയാണി ചലഞ്ചിന് ഒരു പ്രശ്നമുണ്ട്. മങ്ങലത്തമ്മ ബിരിയാണി കഴിക്കൂല. അല്ല മങ്ങലത്തമ്മ? നെയ്യുള്ള സാധനങ്ങളൊന്നും മങ്ങലത്തമ്മ അങ്ങനെ കഴിക്കൂല. അപ്പം അങ്ങനെ കുറെ ടാസ്കുകൾ ഉണ്ട്, അതാണ് പ്രശ്നം. അല്ല മങ്ങലത്തമ്മ? നെയ്യുള്ള കൂട്ടില്ല. പിന്നെന്താ കൂട്ടാത്ത? ബിസ്ക്കറ്റ് ഉണ്ടോ നിങ്ങള്? ബിസ്ക്കറ്റൊക്കെ ഒരുവിധം, ചില ബിസ്ക്കറ്റുകളൊക്കെ. മങ്ങലത്തമ്മക്ക് നെയ്യ് ബട്ടറൊക്കെ ഭയങ്കര പ്രശ്നം അല്ലേ? അങ്ങനത്തെ കുറച്ച് സീനാണ്. നമുക്ക് നോക്കാം. എന്തായാലും ബിരിയാണി നെയ്യില്ലാതെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? നെയ്യില്ലാതെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? ചോറ് അങ്ങനത്തെ ഒന്നും നിങ്ങൾ പറയരുത്. ചോറൊന്നും എന്തായാലും നടക്കൂല. ഈ ക്യാഷ് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. മങ്ങലത്തമ്മ ആവി പിടിക്കൂ ആശ്വാസമാകും. മങ്ങലത്തമ്മ ആവി പിടിക്കൂ ആശ്വാസമാകും. നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ല? മങ്ങലത്തമ്മക്ക് വലിയ പ്രശ്നമൊന്നുമില്ലേ? പല്ലിനാ പ്രശ്നം ഉണ്ടായിരുന്നത്. മങ്ങലത്തമ്മ സൂപ്പർ. ലേസ് ചലഞ്ച്. ലേസ് ഉണ്ടോ നിങ്ങള്? ലേസ് തിന്നോ? ലേസ് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? പല്ലുകൊണ്ട് പറ്റുമോ? പാക്കറ്റ് അത് തിന്നൂലേ? അത് നമുക്ക് നോക്കട്ടാ. എന്താ മാറാ
അവിടെ KFC ഈറ്റിംഗ് ചലഞ്ച് പറയുന്നുണ്ട്. KFC ഇമ്മ കഴിക്കൂല അല്ലേ മംഗലത്തമ്മ? കഴിക്കൂലല്ലോ ഉമ്മ. ചിക്കനും ബീഫൊന്നും കഴിക്കൂലേ? അതല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ആഫ്റ്റർ എഫക്ട് ഓഫ് മംഗലത്തമ്മ ത്രോട്ട് ഓക്കെ, മംഗലത്തമ്മ സൂപ്പർ. അതായത് ഞാൻ പറഞ്ഞല്ലോ മംഗലത്തമ്മ ഡബിൾ ഓക്കെ ആണല്ലേ മംഗലത്തമ്മ? തൊണ്ടവേനൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. വേനൊന്നുമില്ല. പിന്നെ ഒരു കൊലാസ് ഒരു ഇതുണ്ടായിരുന്നു. വയറിനൊരു ഇതുണ്ടായിരുന്നു പറഞ്ഞു. അത് സീനായിട്ടുണ്ടായിരുന്നോ? സീനായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് അത്രയും തിന്നിക്കണ് മംഗലത്തമ്മ. ഞങ്ങൾ അതിനെക്കാട്ടി കൂടുതൽ തിന്നിക്കണ്. തിന്നിട്ടില്ലേ? അപ്പൊ പിന്നെ ഇതുണ്ടാവൂലേ? പിന്നെ അതിന് വല്ല കഫക്കെട്ടും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കെട്ടും തലവേദന ഒന്നും ഉണ്ടായിട്ടില്ല. തൊണ്ടവേദന ഒന്നും ഉണ്ടായിട്ടില്ല. വയറിന് ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം മംഗലത്തമ്മ നിങ്ങൾ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. കുറെ ഇത് വന്നിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ എമൗണ്ട് കൂട്ടുന്ന രാശി മംഗലത്തമ്മ പൊളിക്കും എന്ന് പറയുന്നുണ്ട്. പ്രൈസിന്റെ എമൗണ്ട് ദാമോ അടങ്ങി വെക്കേ. അപ്പം പ്രൈസിന്റെ എമൗണ്ട് കൂട്ടുന്ന് പറയുന്നുണ്ട്. പ്രൈസിന്റെ എമൗണ്ട് ഒക്കെ കൂട്ടാൻ പറ്റും. പക്ഷെ ദാമോ പ്രൈസിന്റെ എമൗണ്ട് ഒക്കെ കൂട്ടാൻ പറ്റും. പ്രൈസിന്റെ എമൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യൂ ചെയ്യുന്നത്, അതായത് അല്ലമ്മ കുറെ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടാലേ നമുക്ക് പ്രൈസിന്റെ എമൗണ്ട് കൂട്ടാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോഴേ കൂട്ടാൻ പറ്റുള്ളൂ. നമുക്ക് വ്യൂവേഴ്സ് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ നല്ലപോലെ കുറെ ആൾക്കാരെ നമ്മളെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പ്രൈസ് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതൊക്കെ ചെയ്ത് വെക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങൾ കമന്റും ഒക്കെ ഇടുക. അപ്പൊ നമുക്ക് മാക്സിമം നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. മാക്സിമം ഞാൻ എല്ലാ കമന്റും നിങ്ങളത് വായിക്കാറുണ്ട്. അത് മാക്സിമം ഞാൻ നിങ്ങളുടെ എടുത്ത് കണ്ടിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലതൊക്കെ വീഡിയോയിൽ എടുത്തിട്ട് ഇടാറുണ്ട്. നിങ്ങൾ വീഡിയോന്റെ ലാസ്റ്റ് പോയൊക്കെ ചിലപ്പോൾ നിങ്ങളെ വീഡിയോസൊക്കെ നിങ്ങളെ കമന്റ്സ് ഒക്കെ കാണാൻ പറ്റും. സോ അതൊക്കെ ഞാൻ ഇന്നും ചെയ്യും. നല്ല നല്ല കമന്റ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് അടുത്ത ഓരോ വീഡിയോയിലും പ്രീവിയസ് വീഡിയോൻ്റെ എടുത്ത് വെക്കാറുണ്ട്. നെയ്യപ്പം ഉണ്ണിയപ്പം ചലഞ്ച് പറ്റുമോ? അത് കൊള്ളാം. അത് പറ്റൂലേ? ഏതാണ് നിങ്ങൾക്ക് പറ്റുക? നെയ്യപ്പത്തിന് നെയ്യില്ലേ? നെയ്യപ്പത്തിന് എന്റെ നെയ്യ് വെളിച്ചെണ്ണ പൊരിക്കണ്ടോ? ആണോ? അപ്പൊ പിന്നെ നെയ്യപ്പം എന്ന് പറഞ്ഞില്ല. നെയ്യപ്പം തന്നെ അത് പറച്ചില് നെയ്യപ്പം എന്നാണ്. എത്ര നെയ്യപ്പം തിന്നാൻ പറ്റും നിങ്ങൾക്ക്? അത് 5-6 അങ്ങനെ 6 പോകുള്ളൂ. 10-25 തിന്നാൻ കഴിയുമോ? പിന്നെ എന്ത് ചാലഞ്ച്? തിന്നോളത്തിലോളം തിന്നാം. കണക്കൊന്നും പറയാൻ പറ്റൂല. അടുത്തൊരു ചലഞ്ച് ലെമൺ സ്ക്വീസിങ് ചലഞ്ച്, അതായത് നാരങ്ങ പീണ ചലഞ്ച്. അത് പറ്റുമോ? അതെങ്ങനെ? അതില് പീയ അല്ല, കൈകൊണ്ട് ഇങ്ങനെ പീയ. കൈകൊണ്ട് പീയ. കൈകൊണ്ട് പീണ ചലഞ്ച് പറ്റുമോ? നല്ലൊരു ചലഞ്ച് അല്ലേ? അത് ചെയ്യാൻ പറ്റില്ല നിങ്ങക്ക്? നാരങ്ങ ചെറുനാരങ്ങല്ലേ? ചെറുനാരങ്ങ ഇങ്ങനെ പീയ, പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്ക. ദാമു ഇവിടെ വൻ അല്ലല്ല ചെറുനാരങ്ങ. ചിരിച്ചൊരു വയ്യായി ഫ്രൈഡ് റൈസ് മംഗലത്തുമ്മക്ക് 500 RS കൊടുക്കണേന്ന്. അതൊക്കെ ഞാൻ എന്തായാലും ലാസ്റ്റ് പറയുന്നുണ്ട്. മന്തി ചലഞ്ച്. മന്തി ഒന്നും പറ്റില്ല ബ്രോ. വേഗം ഉമ്മാക്ക് ഷുഗർ നോക്കിക്കോ. ഷുഗർ ഒന്നും വലിയ സീനായിട്ടില്ല. അടുത്തത് ഒരു കുഴിമന്തി ചലഞ്ച്. ഓക്കെ. മംഗലത്തമ്മ സൂപ്പർ എന്ന് എഴുതിയതാണ്. മഞ്ഞൾത്തമ്മ സൂപ്പർ. കുഴപ്പമില്ല, അതിന്റെ അക്ഷരത്തെ ചെയ്യും. ഇനിയുള്ളതാണ് കമന്റാണ് ഉമ്മ അടിപൊളി. സൈബ അതിനെടുക്ക് സൈബ ഫുള്ള് പ്രശ്നമാക്കുന്നു കേട്ടാ. ദാമ അടങ്ങിക്ക്. ഇല്ല ഇവിടെ അതെ. അടുത്തതേ മംഗലത്തമ്മ, ഇനി മുളക് തിന്നുന്ന ഒരു ചലഞ്ച് വെക്കുമോന്ന്. മുളക് എങ്ങനെ തിന്നണേ? അല്ലെങ്കിൽ തന്നെ ഒരു കൂട്ടാൻ മുളകും കൂടി തിന്നാൻ പോവാ. മുളക് ഈറ്റിംഗ് ചലഞ്ച് 2-3 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സോ അത് അത്ര പോസിബിൾ ആയിരിക്കൂല. ഉമ്മാക്ക് എത്ര മക്കളുണ്ട് ചോദിക്കുന്നുണ്ട്. ഉമ്മാക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് ഇമ്മയാണ് രണ്ടാമത്തെ കുട്ടി. മൂത്തത് ആചരണമൂത്ത, അതായത് ഉമ്മന്റെ താത്ത വേറൊരാളും കൂടി ഉണ്ട്. അപ്പൊ 2 മക്കളാണ് മംഗലത്തമ്മക്കുള്ളത് അല്ലേ മംഗലത്തമ്മ? 2 പെൺകുട്ടികളാണ്. പിന്നെ റാശി നാരങ്ങ നോ എക്സ്പ്രഷൻ. അത് കൊള്ളാം. അത് നല്ലൊരു ചലഞ്ചാണ്. എന്തായാലും ചെയ്യാം. വയസ്സായവർക്ക് ഇങ്ങനെ മധുരം കൊടുക്കാൻ പേടില്ലേന്ന്. അതിന് നമ്മളെ മംഗലത്തമ്മക്ക് പേടിയില്ല. നമ്മളെ മംഗലത്തമ്മ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണ ഒരാളല്ലേ മംഗലത്തമ്മ? മംഗലത്തമ്മ നല്ല വർക്കൗട്ട്, അതായത്
ശരീരം അനങ്ങിയിട്ട് മംഗലത്തമ്മ തന്നെയാണ് മംഗലത്തമ്മന്റെ വീട്ടിൽ ഷോപ്പ് പോണതും ജോലി മുഴുവനും ചെയ്യണത് മംഗലത്തമ്മ തന്നെയാണ്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു സോപ്പ് കമ്പനിയിൽ മംഗലത്തമ്മക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. സോപ്പ് കമ്പനി പോയിട്ട് മംഗലത്തമ്മ ഇപ്പോഴും അല്ലേ മംഗലത്തമ്മ സോപ്പൊക്കെ ഇങ്ങനെ സോപ്പ് തുടക്കുക ചെയ്യണേ, സോപ്പ് തുടക്കല് അതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മംഗലത്തമ്മക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ അസുഖങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ മംഗലത്തമ്മ ബോഡി അനങ്ങി വർക്ക് ചെയ്യണത് കൊണ്ട് മംഗലത്തമ്മക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ ഏജന്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് ഞാൻ സർവീസ് സെന്റർ കയറ്റണം അല്ലെ മംഗലത്തമ്മ? സോപ്പ് സോപ്പ് മംഗലത്തമ്മ ചെയ്യുന്ന സോപ്പൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അത് നമുക്ക് അടുത്ത ഇവിടെ ഉണ്ടാ നമുക്ക് കാണിച്ചു കൊടുക്കണ്ട്. പിന്നെ അതും മംഗലത്തമ്മ ഉണ്ടാക്കുന്ന സോപ്പ് ഇവിടേക്കല്ല എക്സ്പോർട്ട് ചെയ്യണ സോപ്പ് അല്ലേ മംഗലത്തമ്മ? ഇവിടെ നിങ്ങള് മാർക്കറ്റിലൊന്നും കിട്ടൂല. കയറ്റി അയക്കുന്ന സോപ്പ്. കയറ്റി അയക്കുന്ന സോപ്പാണ്. വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കുന്ന സോപ്പാണ്. അതെ ഇവിടെ കിട്ടൂല. അപ്പൊ പിന്നെ അടങ്ങിക്കളാ. പിന്നെ പലരും എന്നോട് ചോദിച്ച് 500 റുപ്യ കൊടുക്കണം എന്നൊക്കെ. അപ്പൊ 500 റുപ്യ അല്ല, ഞാൻ എന്തായാലും മംഗലത്തമ്മക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. മംഗലത്തമ്മക്ക് ഒരു ഗിഫ്റ്റും വേണ്ട. നിങ്ങൾ ജയിച്ചതിന് ഗിഫ്റ്റ് വേണ്ടേ? ജയിച്ചതിന് ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ മംഗലത്തമ്മക്ക് അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അതെന്താന്ന് ഞാൻ മംഗലത്തമ്മനെ പറയണില്ല അല്ലേ സൈബ അല്ലേ? ഓക്കെ. അപ്പൊ സർപ്രൈസ് ആയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതും ഇതേപോലെ തന്നെ കമന്റ് ചെയ്യുന്നവരെ ഓരോരുത്തരും ഇല്ലമ്മ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇതേമായി തന്നെ ഇരുന്ന് വായിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ പലരിലേക്കും എന്താ പറയാ എത്തുള്ളൂ. നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇങ്ങനെ അമർത്തുക, അങ്ങനെയൊക്കെ ചെയ്തോളാം. ആൻഡ് അടുത്ത വീഡിയോ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും.